മയ്യനാട് ധവളക്കുഴി ഫ്ളാറ്റ് നിവാസികളെ നിരന്തരം സമീപ പ്രദേശത്തെ ചിലർ ആക്രമിക്കുന്നതായി പരാതി. ഇതിനെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഫ്ളാറ്റ് നിവാസികൾ ഫ്ളാറ്റ് പൂട്ടി കമ്മീഷൻ ഓഫീസിലെത്തി. ഫ്ളാറ്റിലെ ഐക്യനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് 20ഓളം കുടുംബങ്ങളാണ് ഗുണ്ടകളിൽ നിന്നും രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കമ്മീഷൻ ഓഫീസിലെത്തിയത്. ഞങ്ങളുടെ കൊച്ചുമക്കളെയൊക്കെ പോകുന്ന വഴിക്ക് ചെറുത്ത് നിർത്തി ഇടിക്കുകയും ആക്രമിക്കുകയും ഞങ്ങളെ വീട്ടിൽ വലിയ ശല്യം കല്ലെറിയുകയും വെട്ടുകയും കുത്തുകയും ചെയ്യുകയും ഞങ്ങൾ പരാതി കൊടുത്തെത്തി. ഇരവിലം പോലീസ് സാർ അതിന് വേണ്ടി ഒരു ആക്സിഡന്റ് ഇതുവരെ എടുത്തിട്ടില്ല. ഞങ്ങളെ താറ്റി പുറത്തിറക്കുക. ഞങ്ങൾ പല കേസിലും പ്രതികളാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കേസുകളും ഇല്ല. ഞങ്ങൾ ടൗണിൽ ജീവിച്ചവരാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. കഴിഞ്ഞ ഒരു മാസമായി ഫ്ളാറ്റിലെ താമസക്കാരെ സ്ഥലത്തെ യുവജന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാളുടെ നേതൃത്വത്തിൽ ആക്രമിക്കുകയാണ്. ഫ്ളാറ്റിനുള്ളിൽ യുവജന പാർട്ടിയുടെ കൊടിമര സ്ഥാപിക്കാൻ ശ്രമിക്കവേ ഇത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണങ്ങൾക്ക് കാരണം. ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് അക്രമികൾക്കെതിരെ നടപടിയെടുക്കാൻ കളക്ടർ ഇരുവരും പോലീസിന് നേരിട്ട് നിർദ്ദേശം നൽകി. എന്നാൽ അക്രമികൾ രാഷ്ട്രീയ പാർട്ടിക്കാരായതിനാൽ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന മട്ടിലാണ് പോലീസ്. പരാതികൾ നിരവധി തവണ പലർക്കും നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് കമ്മീഷനെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ ഫ്ളാറ്റിലെ കുടുംബങ്ങൾ തീരുമാനിച്ചത്. കമ്മീഷനുമായി നഗരഭാരവാഹികൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അക്രമികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് കമ്മീഷണർ ഉറപ്പു നൽകി. തുടർന്ന് നിവാസികൾ പിരിഞ്ഞുപോയി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.